നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞു. മുണ്ടത്തിക്കോട് നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല. അവിടെ ആകെ കത്തിക്കരിഞ്ഞ പച്ച മാംസത്തിന്റെ ഗന്ധമാണെന്ന് കണ്ണീരോടെ പ്രതികരിക്കുകയാണ് പ്രദേശവാസികൾ. അവർക്കാർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. ഇപ്പോഴും മൃതശരീരങ്ങൾ പെറുക്കിക്കൂട്ടി കഴിഞ്ഞിട്ടില്ല. പടക്കപ്പുരയ്ക്ക് പുറത്തെ പാടശേഖരങ്ങളിലേക്കുൾപ്പെടെ ശരീരങ്ങൾ ചിതറിത്തെറിച്ച് കിടക്കുകയാണ്. ഇത് പെറുക്കിക്കൂട്ടുന്ന മനുഷ്യരുടെ കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കണ്ടത്. രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരിൽ ചിലർ ശരീരാവശിഷ്ടങ്ങൾ കണ്ട് ഛർദ്ദിച്ചു. ആരുടെയൊക്കെയാണ് ശരീരാവശിഷ്ടങ്ങൾ? ഒന്നിനും ഒരു വ്യക്തതയില്ല. സംഭവത്തിൽ ഇതുവരെ 9 മൃതദേഹങ്ങൾ കണ്ടെത്തിയതിൽ 8 എണ്ണം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ ആരുടെയൊക്കെയാണ്? ഇത് കണ്ടെത്താൻ ബന്ധുക്കളുടെ സഹായം തേടുന്നു. എന്നാൽ കരഞ്ഞു തളർന്ന ബന്ധുക്കളും അലമുറയിട്ട് തലതല്ലി വീഴുന്നു. ചിലർ ബോധം കെട്ട് നിലത്തേക്ക്. കണ്ടു നിൽക്കാനാകുന്നതല്ല ആശുപത്രിയിലെയും അപകടം നടന്ന സ്ഥലത്തെയും കാഴ്ചകൾ. ആ പാടശേഖരത്തേക്ക് നോക്കാൻ പോലും കഴിയുമായിരുന്നില്ല കഴിഞ്ഞ ഒരു ദിവസം. എത്ര മനുഷ്യരുടെ ശരീരമാണ് അവിടേക്ക് ചിതറി വീണത്. ഇനിയും അവിടെ നിന്ന് പലതും പെറുക്കിയെടുക്കാൻ രക്ഷാപ്രവർത്തകർ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ആരെയും രക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു എന്നും വലിയ സ്ഫോടനത്തിൻ്റെ ഒച്ച കേട്ടതും പലരും ഓടിക്കൂടിയതും പിന്നീട് നടന്നത് എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല, കണ്ടു നിൽക്കാനാകുന്നതായിരുന്നില്ല എന്ന് ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇവിടുത്തെ പല മനുഷ്യരും ഇപ്പോഴും ആഹാരം പോലും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാനാകാത്ത അവസ്ഥയിലാണ്. ആ കണ്ട കാഴ്ചയുടെ ഭീകരമായ അവസ്ഥ അവരെ ഇപ്പോഴും വേട്ടയാടുകയാണ്. അതായത് ആ പ്രദേശത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴും മൃതദേഹ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കിട്ടും എന്നാണ് അവർ പറയുന്നത്. അതായത് ചിതറിത്തെറിച്ച മനുഷ്യരുടെ മാംസം ഈ പറയുന്ന അവിടുത്തെ ചെടികളിലും അതുപോലെ തന്നെ ആ പാടശേഖരത്തിലെ പച്ച പുൽനാമ്പിലും മറ്റ് എല്ലായിടത്തുമായി പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ. ഞങ്ങൾക്ക് എങ്ങനെ ഇനി ഈ ഭാഗങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയും? നടുക്കുന്ന ആ കാഴ്ചയാണ് ഞങ്ങളുടെ കൺമുൻപിലുള്ളത്. ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് ആ മനുഷ്യർ കണ്ണീരോടെ പറയുകയാണ്. സ്ഫോടനത്തിന്റെ തീവ്രതയിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചിതറിപ്പോയത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാണാതായ സുരേഷ് CA, അഭിജിത്ത്, വിഷ്ണു, ഗിരീഷ് എന്നിവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നുണ്ട്. നിലവിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മൃതദേഹവും 29 ശരീരഭാഗങ്ങളും ദുരന്ത സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തത്. ഇവരെ തിരിച്ചറിയുന്നതിനായാണ് ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചത്. 3 ദിവസത്തിനുള്ളിൽ പരിശോധനാ ഫലം ലഭ്യമാകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മുതുതല കോഴിക്കോട്ടിരി സ്വദേശി പ്രവീൺ അന്തരിച്ചതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 14ആയി. 90% പൊള്ളലേറ്റ നിലയിലായിരുന്നു പ്രവീണിന്. ആന്തരിക രക്തസ്രാവവും ഉണ്ടായിരുന്നു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിലവിൽ 13 പേർ കൂടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. 34-കാരനായ മണികണ്ഠന്റെ ശരീരം തിരിച്ചറിഞ്ഞത് പച്ച കുത്തിയിരുന്നത് കൊണ്ടാണ്. വെടിക്കെട്ട് പണിക്കാരെ സഹായിക്കാൻ വേണ്ടി മുണ്ടത്തിക്കോട് എത്തിയതായിരുന്നു മണികണ്ഠൻ. പൂരത്തിന്റെ എല്ലാ മേഖലയിലും സജീവമായിരുന്ന മണികണ്ഠന്റെ വിയോഗം നാടിന് തീരാവേദനയായി മാറിയിരിക്കുകയാണ്. കയ്യിൽ പച്ച കുത്തിയത് കണ്ടാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. മുണ്ടത്തിക്കോടേക്ക് കരിമരുന്ന് നിർമ്മാണത്തിനായി പോയ 4 അംഗ സംഘത്തിൽ നിന്ന് സുദർശനനെ നഷ്ടപ്പെട്ടത് പയ്യന്നൂർ, വെന്നൂർ നിവാസികൾക്ക് നോവായി. കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് നഷ്ടമായത്. ഇത്തരത്തിൽ ആ മനുഷ്യന്മാർക്കെല്ലാം, അതായത് ഓരോ കുടുംബത്തിൻ്റെയും അത്താണിയായവരെയാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയത്. ഇതിൽ ഏറ്റവും പരിതാപകരമായ, അതായത് നമുക്ക് ഒരു തരത്തിലും കണ്ടു നിൽക്കാൻ കഴിയാത്തൊരു കാഴ്ചയെന്ന് പറയുന്നത് ഈ ചിതറിത്തെറിച്ചു പോയ മൃതദേഹ അവശിഷ്ടങ്ങൾ ആരുടേതൊക്കെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അത് ഏത് മനുഷ്യരുടേതാണ്, ഒരു പൂർണ്ണമായ രൂപം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇത് എങ്ങനെ ആ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ ബന്ധുക്കളുടെ മുൻപിലേക്ക് കൊണ്ടെത്തിക്കും? ഇതാണ് വലയ്ക്കുന്ന മറ്റൊരു കാര്യം. അതായത് പൂർണ്ണമായ ഒരു ശരീരം കൊണ്ട് ആ ബന്ധുക്കൾക്ക് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. വെടിക്കെട്ട് സ്ഫോടനത്തിന് പിന്നിൽ നിരോധിച്ച പൊട്ടാസ്യം ക്ലോറേറ്റോ എന്നൊരു സംശയമുണ്ട്. കേന്ദ്ര സർക്കാർ ഉത്തരവനുസരിച്ച് പൊട്ടാസ്യം ക്ലോറേറ്റ് അടങ്ങിയ പടക്കങ്ങൾ പൂർണ്ണമായും നിരോധിച്ചവയാണ്. ചീഫ് കൺട്രോൾ ഓഫ് എക്സ്പ്ലോസീവ് അംഗീകരിച്ച പടക്കങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം.
മുണ്ടത്തിക്കോട് വെടിക്കെട്ട് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പടക്കം നിർമ്മാണത്തിലും ഉപയോഗത്തിലും പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത്. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്ത് ഗ്രീൻ ക്രാക്കറുകളുടെ വിൽപ്പന മാത്രമേ അനുവദിക്കാവൂ എന്ന് കർശന നിർദ്ദേശമുണ്ട്. ഗ്രീൻ ക്രാക്കറുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇത്രയും തീവ്രമായ സ്ഫോടനം സംഭവിക്കാനുള്ള സാധ്യത കുറവായിരുന്നുവെന്നാണ് വിലയിരുത്തലുകൾ. ഉത്തരവ് പ്രകാരം വായു നിലവാരം മോഡറേറ്റ് വിഭാഗത്തിന് താഴെയല്ലാത്ത നഗരങ്ങളിൽ ഗ്രീൻ ക്രാക്കറുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ട്രൈബ്യൂണൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിരോധിക്കപ്പെട്ടതും അതീവ അപകടകരവുമായ പൊട്ടാസ്യം ക്ലോറേറ്റ് കലർന്ന പടക്കങ്ങളാണ് ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത് എന്ന സംശയം ഉയർത്തുന്നുണ്ട്. ചെറിയ ഉരസലിലോ ചൂടിലോ പോലും അതിവേഗം പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാണ് പൊട്ടാസ്യം ക്ലോറേറ്റിനുള്ളത്. പടക്കങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ പെട്ടെന്ന് തീ പിടിക്കാനും സ്ഫോടനമുണ്ടാകാനും പ്രധാന കാരണം പൊട്ടാസ്യം ക്ലോറേറ്റിന്റെ സാന്നിധ്യമാണ്. ഈ മാസം തമിഴ്നാട്ടിൽ 22 പേർ പടക്ക നിർമ്മാണശാലയിൽ വെച്ച് കൊല്ലപ്പെടാനിടയായതും ഇതേ കെമിക്കലിന്റെ സാന്നിധ്യം മൂലമാണെന്ന റിപ്പോർട്ടുകൾ ഗൗരവതരമായി എടുക്കണം. വെടിക്കെട്ട് പുരകളിൽ നിരോധിച്ച രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം ജില്ലാ മജിസ്ട്രേറ്റിനാണ്. സർക്കാർ ഉത്തരവുകൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ ജില്ലാ കളക്ടർ പരാജയപ്പെടുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. ഉത്സവങ്ങൾക്കിടയിൽ ഇത്തരം ഗുരുതരമായ നിയമലംഘനങ്ങൾ നടന്നിട്ടും അധികൃതർ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് തുടർച്ചയായ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. അതായത് ഒരു സംശയമുള്ളത്, പലയിടത്തും ഈ പറയുന്ന ലൈസൻസ് പോലും ഇല്ലാത്ത പടക്ക നിർമ്മാണ കേന്ദ്രങ്ങൾ വരെ കേരളത്തിലുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലെ ദുരന്തം കണ്ടതായിരുന്നു. ആ ഒരു ദുരന്തം അതിൻ്റെ കൃത്യമായ കാരണം എന്താണ് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതുമാത്രമല്ല, കേരളത്തിൽ നിർമ്മിക്കുന്ന പടക്കങ്ങൾ മാത്രമല്ല, ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അതിമാരകമായ പടക്കങ്ങൾ, ക്രാക്കറുകളാണ് എത്തുന്നത്. എന്തിനേറെ നമ്മൾ വിഷു അല്ലെങ്കിൽ ദീപാവലി സമയത്ത് തന്നെ ഈ പല കടകളിലും കൊടുക്കുന്ന പടക്കങ്ങൾ അത് തന്നെ പരിശോധിച്ചാൽ മതി. നല്ല സ്ഫോടക ശേഷിയുള്ളവയാണ് ഇതെല്ലാം. നമുക്കറിയാം, വിഷുവിനും ദീപാവലിക്കുമൊക്കെ കുട്ടികൾ ഉൾപ്പെടെയൊക്കെ ഉള്ളവരാണ് ഈ പടക്കങ്ങളൊക്കെ മേടിക്കുന്നത്. ഇതിലെല്ലാം കൃത്യമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് കുറേ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ട് മാത്രം കാര്യമില്ല. ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഭരണകൂടത്തിന് വലിയ വീഴ്ച സംഭവിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ പടക്ക നിർമ്മാണശാലകളിൽ കൃത്യമായ പരിശോധന ഈ ജില്ലാ തലത്തിൽ നടത്തുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇതിലെല്ലാം കൃത്യമായ നിരീക്ഷണം ആവശ്യമാണ്. ഈ പടക്ക നിർമ്മാണശാലകളിൽ പലപ്പോഴും ഉപയോഗിക്കാൻ പാടില്ലാത്ത രാസവസ്തുക്കളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ഗുരുതര വീഴ്ചയാണ്. ഇതൊക്കെ കണ്ടെത്തേണ്ടത് ഭരണകൂടമാണ്. അത്തരം പടക്ക നിർമ്മാണശാലകൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം. എന്നാൽ ഇവിടെ ഈ പടക്ക നിർമ്മാണ മുതലാളിമാരുണ്ടല്ലോ, അവരൊക്കെ കൈമടക്ക് കൊടുത്ത് പലതും അങ്ങ് ഒളിപ്പിക്കുകയാണ്. കൃത്യമായ പരിശോധന ഇല്ലാത്തതും നിയന്ത്രണം ഏർപ്പെടുത്താത്തതും ഒക്കെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഭരണകൂടത്തിന് ഇവിടുത്തെ ഈ ദുരന്തത്തിൽ നിന്ന് കൈകഴുകാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ പടക്ക നിർമ്മാണശാലകൾ പ്രവർത്തിപ്പിക്കുന്നവർക്കും ജനങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൽ കൃത്യമായ പങ്കുണ്ട്. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ കുറെ വിലപിച്ചിട്ടോ കരഞ്ഞിട്ടോ അന്തിചർച്ചകൾ നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ്സ് സേഫ്റ്റി ഓർഗനൈസേഷൻ എന്ന സർക്കാർ സ്ഥാപനമാണ് പടക്കങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത്. പെസോയുടെ അംഗീകാരമില്ലാത്ത ഒരു പടക്കവും നിർമ്മിക്കാനോ വിൽക്കാനോ പാടില്ല. നമ്മൾ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധാരണ പടക്കങ്ങൾ പോലും ഇവരുടെ അനുമതിയോടെ ഉള്ളതായിരിക്കണം. മലിനീകരണം കുറഞ്ഞ ഗ്രീൻ ക്രാക്കറുകളാണ് പെസോ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും കൂടുതൽ സുരക്ഷിതമാണ്. എന്നാൽ പലയിടത്തും അങ്ങനെയാണോ നടക്കുന്നത്? തൃശ്ശൂർ പൂരത്തിന് പടക്കങ്ങൾ തയ്യാറാക്കുമ്പോൾ ഈ ചട്ടങ്ങളെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുകയാണ്. 2016 പുറ്റിങ്ങൽ ദുരന്തം മുതൽ ഇക്കഴിഞ്ഞ അപകടങ്ങൾ വരെ പരിശോധിച്ചാൽ പാഠങ്ങൾ പഠിക്കാത്ത ഒരു സംവിധാനത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്ര കണ്ടാലും കൊണ്ടാലും ഇവർ പഠിക്കില്ല എന്ന് സംവിധാനത്തെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന മനു AS വ്യക്തമാക്കുന്നു. പുറ്റിങ്ങൽ കേസിലെ മെല്ലെപ്പോക്ക്. 111 പേരുടെ ജീവനെടുത്ത പുറ്റിങ്ങൽ ദുരന്തം നടന്നിട്ട് 10 വർഷം തികയുമ്പോഴും കേസിൽ അന്തിമ വിധി വന്നിട്ടില്ല എന്നത് നീതിന്യായ വ്യവസ്ഥയുടെ മെല്ലെപ്പോക്കിനെ സൂചിപ്പിക്കുന്നു. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാത്തത് നിയമലംഘനം നടത്തുന്നവർക്ക് വളമാകുകയാണ്. ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും പോലീസ് മേധാവികൾക്കും വെടിക്കെട്ട് നിയന്ത്രിക്കുന്നതിൽ വ്യക്തമായ ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ പലപ്പോഴും എക്സ്പ്ലോസീവ് ലൈസൻസ് ഇല്ലാതെ തന്നെ വെടിക്കെട്ടുകൾ നടക്കുന്നുണ്ട്. പരാതികൾ ലഭിച്ചിട്ടും ഉന്നത ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാൻ മടിക്കുന്നു. അപകടം നടന്ന ശേഷം മാത്രം അന്വേഷണവും നഷ്ടപരിഹാരവും പ്രഖ്യാപിക്കുന്ന പതിവ് രീതി തുടരുകയാണ്.
പൊതുസമാധാനം, ധാർമ്മികത, പൊതുജനാരോഗ്യം എന്നിവയെ ഹനിക്കുന്ന രീതിയിലുള്ള ആചാരങ്ങൾ അനുവദിക്കാനാവില്ല എന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും പ്രാദേശിക രാഷ്ട്രീയ ഭരണ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഇത്തരം ഉത്തരവുകൾ കാറ്റിൽ പറത്തുകയാണ്. മനു AS വൈകാരികമായ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് കൂടി നമുക്കൊന്ന് നോക്കണം. സർക്കാർ വക നഷ്ടപരിഹാരവും ചികിത്സയും നൽകി ഗുരുതരമായി പൊള്ളലേറ്റവരെ രക്ഷപ്പെടുത്തിയും മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും പതിവ് പോലെ ഈ ഒരു ദുരന്തം കൂടി അവസാനിക്കുന്നു. 10 വർഷം മുൻപ് കൊല്ലം പുറ്റിങ്ങലിൽ 2016 111 പേർ വെന്ത് ചിതറിയെ മരിച്ച കേസിൽ പോലും വിധിയായിട്ടില്ല. വെടിക്കെട്ട് അപകടങ്ങൾ തടയാൻ നിയമപാലനം ഉറപ്പാക്കാനുള്ള നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കാകുന്നില്ല. കുറ്റകൃത്യം നടക്കാതെ തടയാനാണ് ഇവിടെയുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളും ശ്രമിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ 1952 മുതൽ നാളിങ്ങോട്ട് വെടിക്കെട്ടുകൾക്കൊപ്പം പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ എണ്ണം ഒട്ടും കുറയുന്നില്ല എന്നത് ഭരണകൂട പരാജയം മാത്രമാണ്. പുറ്റിങ്ങൽ ദുരന്തത്തിന് ശേഷം കൊല്ലം ജില്ലാ മജിസ്ട്രേറ്റ് എക്സ്പ്ലോസീവ് ലൈസൻസ് നൽകുന്നില്ല. പക്ഷേ കൊല്ലം ജില്ലയിൽ ഈ വർഷം നിരവധി ആരാധനാലയങ്ങളിൽ വെടിക്കെട്ട് നടന്നിട്ടുണ്ട്. ഇത് പരാതിപ്പെട്ടിട്ട് പോലും പോലീസ് മേധാവിമാരോ ജില്ലാ കളക്ടറോ തിരിഞ്ഞു നോക്കുന്നില്ല. അവരവർക്ക് സ്വയം നിയന്ത്രണം ഉണ്ടാകാതെ ഈ മരണം തടുക്കാൻ കഴിയില്ല എന്ന ന്യായം ഭരണകൂടങ്ങൾ മുന്നോട്ട് വയ്ക്കും. അത് നീതിയല്ല. പുറ്റിങ്ങൽ അപകടത്തിന് ശേഷം രൂപപ്പെടുത്തിയ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറുകൾ ഇന്നും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. ഓരോ ദുരന്തവും നമ്മെ പഠിപ്പിക്കേണ്ടതായിരുന്നു, പക്ഷേ നാം പഠിക്കുന്നില്ല. ആചാരം എന്ന പേരിൽ പൊതുസമാധാനം, ധാർമ്മികത, പൊതുജനാരോഗ്യം എന്നിവയെ അപകടത്തിലാക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും നിയമം നടപ്പാക്കേണ്ട IAS IPS ഉദ്യോഗസ്ഥർക്ക് പോലും ഈ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടാത്തത് ഒരു ഗുരുതരമായ ഭരണ പരാജയമാണ്. ഇത് വെറും അപകടമല്ല, ഇതൊരു ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിയമലംഘനമാണ്. വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ എത്രയോ ദുരന്തങ്ങൾ ഇങ്ങനെ കണ്ടും കേട്ടും കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം വരുന്നില്ല. ഇപ്പോഴും ഉത്സവം എന്ന് കേൾക്കുമ്പോൾ വെടിക്കെട്ടും ആനയും ഒക്കെ വേണം. അതുണ്ടെങ്കിലേ പൂരം കളറാകൂ എന്നാണ് എല്ലാവരും വാദിക്കുന്നത്. കഴിഞ്ഞ തവണ പോലും തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം തന്നെ എടുക്കുമ്പോൾ ഹൈക്കോടതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ്. എന്നിട്ടത് കേട്ടോ, ഇവിടെ എന്തെല്ലാം ബഹളങ്ങളായിരുന്നു ഉണ്ടായത്. കുറേ പേരെ കൊന്നൊടുക്കിയിട്ട് ഈ പടക്കത്തിനൊപ്പം തന്നെ, അതായത് ഈ വെടികുണ്ടുകൾക്കൊപ്പം തന്നെ കുറേ മനുഷ്യർ ചിതറിത്തെറിച്ച് മരിച്ചിട്ടും നിങ്ങൾക്ക് പൂരം നടത്തി സന്തോഷം കണ്ടെത്തണം എന്നാണെങ്കിൽ അത് എന്ത് തരം മാനസികാവസ്ഥയാണെന്ന് മനസ്സിലാകുന്നില്ല. ക്രൂരമാണ്, പൈശാചികമാണ്. ഈ ഒരു ദുരന്തം ഇപ്പോൾ നടന്നിട്ടും നിങ്ങൾക്ക് ഈ കളറായി, നിങ്ങൾ പറയുന്ന ഭാഷയിൽ ഇത്ര വലിയ കളറായിട്ട് നിങ്ങൾക്ക് തൃശ്ശൂർ പൂരം കൊണ്ടാടാൻ കഴിയുമോ? മനുഷ്യത്വമുള്ള മനുഷ്യർക്ക് അതിന് കഴിയില്ല. ആഘോഷങ്ങൾ വേണം, നമുക്ക് എല്ലാ രീതിയിലുള്ള ആഘോഷങ്ങളും നമ്മൾ അതിൽ പങ്കെടുക്കണം, പങ്കാളികളാകണം. പക്ഷേ ഒപ്പമുള്ളവരുടെ സുരക്ഷയും നമുക്ക് പ്രധാനമാണ്. അതുകൂടി നമ്മൾ നോക്കേണ്ടേ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തവണ തൃശ്ശൂർ പൂരം കളറാക്കാനും അങ്ങ് കൊണ്ടാടാനും കഴിയുക? കാരണം അതിൽ ചിതറിത്തെറിച്ചു പോയ ഓരോ മനുഷ്യരെക്കുറിച്ചും നിങ്ങൾ ആലോചിക്കും. അങ്ങനെ ആലോചിക്കാൻ കഴിയാത്തവർ മനുഷ്യരായിരിക്കില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.